ദൈവനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ആമുഖ പഠനങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അതിന് പകരം നേരിട്ട് നമ്മൾ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക. ആമുഖ പഠനം ഇനിയും നൽകാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലുള്ള പഠനത്തിൽ നാം നൽകുന്നതാണ്. ഇന്നും പുസ്തകത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദൈവം തൻ്റെ പ്രവാചകരോട് സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം മൂന്നാമത്തെ അവതരണം. 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 15 വരെയുള്ള വേദഭാഗത്തിൽ, യെശയ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 15 വരെയുള്ള വേദഭാഗത്തിൽ ദൈവം യഹൂദ രാജ്യത്തെ, 2 ഗോത്രങ്ങളടങ്ങും തൻ്റെ ജനത്തെ കുറ്റാരോപണം നടത്തുകയാണ്, പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. അതിൻ്റെ സുപ്രധാന വാക്യം, ദൈവത്തിന് അവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി. ഈ വചനം പഠിക്കുമ്പോൾ ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ നിത്യമായ സ്വർഗത്തിൽ സ്ഥിരമായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മളോടും ദൈവത്തിന് പറയാനുള്ള കുറ്റം എന്താണ്? നമ്മെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ള കുറ്റം പ്രധാനപ്പെട്ടത് എന്താണ്? അത് 2-3 വാക്യങ്ങളിൽ പറയുന്നു. നിങ്ങൾ എന്നെ അറിയുന്നില്ല, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. അതവിടെ വ്യക്തമായി പറഞ്ഞു. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്നെ നിങ്ങൾ അറിയുന്നില്ല. ഏറ്റവും അടിസ്ഥാന കാര്യം അതാണ്. ദൈവത്തെ അറിയണം. അതൊരു ബന്ധമാണ്, ഗാഢമായ ആഴമേറിയ ബന്ധമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിൽ ദൈവം അവരോട് തുടർന്ന് പറഞ്ഞത് 4 വാക്കുകൾ ദൈവം അവരെ വിളിച്ചു. ജാതി, ജനം, സന്തതി, മക്കൾ. അവരുടെ പരിതാപകരമായ അവസ്ഥയെ പരാമർശിക്കാനായിട്ട് നിങ്ങൾ പാപമുള്ളവരാണ്, അകൃത്യഭാരം ചുമക്കുന്നവരാണ്, ദുഷ്പ്രവർത്തിക്കരാണ്, വഷളായി നടക്കുന്നവരാണ്. ഇപ്പോൾ വിശുദ്ധ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഇതിന് മുമ്പിൽ കടന്നു ചെല്ലുന്നവർ, ദൈവത്തിലുള്ള ബന്ധത്തിലായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർ വിശുദ്ധരാണോ വേർപെട്ടവരാണോ എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയം അവിടെയാണ്. തുടർന്ന് 5 അതൊക്കെ നമ്മൾ ചിന്തിച്ച വാക്യങ്ങളാണ്. 7 മുതലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. 5-6 വാക്യത്തിൽ നിന്ന് അവിടെ ദൈവം പറഞ്ഞത്, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. നിങ്ങൾ മുഴുവൻ രോഗം പിടിച്ചിരിക്കുകയാണ്. ഒരു സൗഖ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരെ ഒരു വ്യക്തിയെ പോലെ അവതരിപ്പിച്ച്, ദൈവം യഹൂദ രാജ്യത്തെ ഒരു വ്യക്തിയെ പോലെ, ഒരു വ്യക്തി എങ്ങനെയാണ് രോഗബാധിതനായി ചതവും മുറിവും പഴുപ്പും വ്രണവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, അതുപോലെ സൗഖ്യം കിട്ടാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിന് സൗഖ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സുഖവുമില്ല, സന്തോഷമില്ല, വിശ്രമവുമില്ല, സമാധാനവുമില്ല. ദേഹം അടി തൊട്ട് മുടി വരെ, കാല് തൊട്ട് ഉച്ചി വരെ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആത്മീകമായിട്ടാണ് പറയുന്നത്, മറ്റ് ഭൗതികമായ രോഗത്തെക്കുറിച്ചല്ല. വളരെയധികമുള്ള ചമ്മട്ടി പ്രയോഗത്തിലുള്ള മുറിവാകാം, വലിച്ചു കീറിയതാകാം, കടിച്ചു കീറിയതാകാം. ഇങ്ങനെ പലതരത്തിലുള്ള മുറിവുകളാണ് നിങ്ങളുടെ ദേഹം മുഴുവൻ, നിങ്ങളുടെ ഹൃദയം മുഴുവൻ, മനസ്സ് മുഴുവൻ, ചിന്ത മുഴുവൻ. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ഒരു സുഖമില്ല, സൗഖ്യമില്ലാത്ത ജീവിതം. തുടർന്ന് 7 മുതൽ 9 വരെ നിങ്ങളുടെ ദേശവും രോഗം ബാധിച്ചതാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ദേശവും രോഗം ബാധിച്ചതാണ്. 7 മുതൽ വായിച്ചു കേൾക്കാം. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുകെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയും. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ, 9-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സൊദോം പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശ്യമാകുമായി. ദേശം എത്രത്തോളം രോഗം ബാധിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് അവിടെ ശൂന്യതയെക്കുറിച്ച് പറയുകയാണ്. അവർക്ക് സംഭവിക്കാൻ പോകുന്ന വിനാശകരമായ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. യഹൂദ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന തകർച്ച. ഒരു വശത്ത് ഇരുണ്ട കാർമേഘം പോലെ ഇങ്ങനെ മേഘം ഉരുണ്ടുകൂടി വരുന്നുണ്ട്. അസീറിയ രാജ്യം ഇവരെ ആക്രമിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത്. ഇതെല്ലാം ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഇസ്രയേൽ, വടക്കൻ രാജ്യം, 10 ഗോത്രങ്ങൾ നടക്കുന്ന ഇസ്രയേൽ രാജ്യം ഇതിലകം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 10 ഗോത്രങ്ങൾ. ഇവർ 2 ഗോത്രമാണ് യഹൂദ. ഈ 10 ഗോത്രങ്ങൾ ഇതിലകം തന്നെ തകർന്ന് ചിതറിക്കപ്പെട്ടിരിക്കുകയാണ്. യഹൂദ നഗരങ്ങളാണെങ്കിൽ ഏകദേശം നാശത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. നാശത്തിന്റെ വക്കിൽ. യെരുശലേം ഉൾപ്പെടെ ഉപരോധം, രാജ്യം ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, ഉപരോധം ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു.
ചിത്രം ഇരുണ്ടതാണ്. ഇവിടെ ഏക പ്രതീക്ഷ 9-ാം വാക്യം പറയുന്ന പോലെ, സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായി ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സ്വതം പോലെ ഗൊമോറ പോലെ ആകുമായിരുന്നു. ഈ അവസ്ഥയിൽ ദൈവം മാത്രമാണ് പ്രതീക്ഷ. എല്ലാ തരത്തിലും തകർച്ച അങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്ന സന്ദർഭം, ദൈവം മാത്രമാണ് പ്രതീക്ഷ. ഇവിടെ 7-ാമത്തെ വാക്യത്തില് അന്യജാതിക്കാർ എന്ന വാക്കുണ്ട്. നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയെ നിങ്ങൾ കാണുക, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയും. ഇപ്പൊ മറ്റ് ജാതിക്കാർ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ളവർ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരു കരുണയും ഒരു സഹതാപവും നിങ്ങളോട് കാണിക്കില്ല. ദേശത്തോടും ജനത്തോടും കാണിക്കില്ല. യുദ്ധം എപ്പോഴും ഭയാനകമായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് നൽകുന്നത്. ഈ നാളുകൾ നമുക്കറിയാം, ഭൂമിയിൽ യുദ്ധങ്ങളുടെ അവശേഷിപ്പ് എന്താണ്? അവസാനം എന്താ? അവർ തിരിച്ചവിടെ നാട്ടിൽ ചെന്നാൽ എന്താണ് അവിടെ ഉള്ളത്? ഈ പൊടിയും കല്ലും കമ്പികളും അല്ലാതെ. യുദ്ധമെന്നും ഭയാനകമാണ്, തകർച്ചയാണ്, നാശമാണ്. ഈ സന്ദർഭത്തിൽ ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് പറയാറുണ്ട്, ഈ സമയത്ത് ലേവ്യ പുസ്തകം 26-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ഈ 2 അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ ശിക്ഷകളുണ്ട്. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കേട്ടു പ്രമാണിച്ചില്ലെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം ശപിക്കപ്പെടുമെന്ന് ലേവ്യ 26-ലും ആവർത്തന 28-ലും കൃത്യമായി ദൈവം പറഞ്ഞിട്ടുണ്ട്. അനുസരണക്കേടിന്റെ പ്രതിഫലം. ദൈവത്തോട് അനുസരണക്കേടും മത്സരവും കാണിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഫലം എങ്ങനെയായിരിക്കുമെന്ന് ലേവ്യ 26, ആവർത്തനം 28. ഈ 2 അധ്യായങ്ങൾ വായിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മലയുടെ നടുവിൽ മോശ വിളിച്ചു നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ അവന്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നേരെ മറിച്ച് നിങ്ങൾ അവന്റെ കൽപ്പനകൾ തള്ളിക്കളഞ്ഞ് അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾ എവിടെ പോയാലും ദൈവം നിങ്ങളെ പിന്തുടർന്ന് തോൽപ്പിക്കും. ഈ 2 അധ്യായങ്ങൾ വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ ചില പണ്ഡിതന്മാർ ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് 8-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. സിയോൻ പുത്രി എന്ന പ്രയോഗത്തിലാണ് ഇവരെ വിളിച്ചത്. സിയോൻ പുത്രി എന്ന് പറയുന്ന യെരുശലേമിനെ കുറിച്ച് പറയാനുള്ളതാണ്. അത് യെശയ്യാപ്രവചന പുസ്തകത്തിന്റെ 10-32, 37-22, 52-2 യെരുശലേമിനെ വിളിക്കുവാൻ സിയോൻ പുത്രി എന്ന് വിളിച്ചിരിക്കുന്ന കാണാം. 10-32 വാക്യം വായിച്ച് കേൾക്കാം. 10 അങ്ങനെയാണോ നമുക്ക് അന്വേഷിക്കണമല്ലോ. ഇന്ന് അവൻ നോബിൽ താമസിക്കും, യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന് നേരെ. സിയോൻ പുത്രി എന്ന് പറയുന്നത് യെരുശലേമിനെ കുറിച്ചാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ മുന്തിരി അല്ലെങ്കിൽ കൃഷിയിടത്തിൽ നിന്നുള്ള രണ്ട് ഉദാഹരണങ്ങൾ അവതരിപ്പിക്കും. ഈ നഗരത്തിന്റെ ദുരന്തത്തെ പരാമർശിക്കാൻ. കൃഷിയിടങ്ങളിൽ നിന്നുള്ളത് മുന്തിരിത്തോട്ടത്തിലെ കുടിൽ, വെള്ളരിത്തോട്ടത്തിലെ മാടം. മുന്തിരിത്തോട്ടത്തിലെ കുടിലും വെള്ളരിത്തോട്ടത്തിലെ മാടം. ഇപ്പൊ മുന്തിരിങ്ങ പഴുത്ത് വിളവെടുക്കുന്ന സമയത്ത് ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ തൽക്കാലം ഒരു കുടില് പണിയും. അത് വെള്ളരിത്തോട്ടത്തിലും ആ വിളവെടുപ്പിന്റെ സമയത്ത് തൽക്കാലത്തേക്കൊരു മാടം പണിയും. വിളവെടുപ്പ് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കും. അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വീഴുകയോ ഇല്ലാതെ പോവുകയോ തകർന്നു പോവുകയോ ചെയ്യും. അങ്ങനെയുള്ള ചിത്രമാണ് ഇവിടെ ഈ നഗരത്തെ ഈ പ്രദേശത്തെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചത്. 3-മതൊരു ഉദാഹരണം ഉപയോഗിച്ചത് നിരോധിച്ച പട്ടണം പോലെ. അപ്പോൾ 3 പ്രയോഗങ്ങൾ. 1 മുന്തിരിത്തോട്ടത്തിലെ കുടിൽ, വെള്ളരിത്തോട്ടത്തിലെ മാടം, നിരോധിച്ച പട്ടണം പോലെയും നിങ്ങളുടെ ദേശം ശൂന്യമാണ്. ഈ തരത്തിലുള്ള ഉദാഹരണങ്ങളോട് ഉപയോഗിക്കുകയാണ് ആ ദേശത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ, തകർച്ചയെ കാണിക്കുവാനായിട്ട്. അപ്പൊ അങ്ങനെ ഈ ദേശത്തിന് ചുറ്റും അവര് വലിയ വാതിലിന് ചുറ്റും കിടങ്ങൾ നിർമ്മിച്ച് ശത്രുക്കൾ അവരെ കീഴടക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയാണ്. ഇനി 9-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സൊദോം ഗൊമോറ പോലെ ആകുമായിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്ന പ്രയോഗം 60 തവണ, അതിന് തത്തുല്യമായ പ്രയോഗം യെശയ്യാ പ്രവചന പുസ്തകത്തിൽ കാണാം. സൈന്യങ്ങളുടെ യഹോവ. അത് യുദ്ധ പശ്ചാത്തലത്തിൽ മിലിറ്ററി ടെർമിനോളജി എന്ന് പറയും. യുദ്ധത്തോടുള്ള ബന്ധത്തിൽ, സൈനിക ബന്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സൈന്യങ്ങളുടെ യഹോവ. അത് പറയുന്നത് ന്യായവിധി നടത്താൻ, തൻ്റെ ശത്രുക്കൾക്കെതിരെ ന്യായവിധി നടത്താനുള്ള ദൈവത്തിൻ്റെ ബലത്തെ കാണിക്കാനുള്ളതാണ് ആ പ്രയോഗം. ദൈവത്തിൻ്റെ ബലം ദൈവത്തിൻ്റെ ശത്രുക്കളെ തകർക്കുന്ന ശക്തിയാണ് ദൈവത്തിനുള്ളത്. അത് 1-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിലും കാണാം. അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ എൻ്റെ വൈരികളോട് പകവീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. സൈന്യങ്ങളുടെ യഹോവയാണ്. പലയിടത്തും ഈ വാക്യം കാണാം. 5-ാം അധ്യായത്തിലെ 16-ാം വാക്യം വായിക്കുമ്പോൾ
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5:16 ഈ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ. അത് 10:16, 14:24, 29:6 യെശയ്യാപ്രവാചകൻ. എന്താ അതിൻ്റെ അർത്ഥം? ആദ്യത്തെ അർത്ഥം, ശത്രുക്കളുടെ മേൽ അധികാരം നടത്താൻ, ന്യായവിധി നടത്താനുള്ള ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്ന പ്രയോഗമാണ്. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ വിശ്വസ്തരായ ശേഷിപ്പിനെ വിടുവിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി. വിശ്വസ്തരായി നിൽക്കുന്ന ദൈവമക്കളെ ദൈവത്തിന് വിടുവിക്കാനും കഴിയും എന്ന് കാണിക്കുകയാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:7, 5:16 9:7 പറയുന്ന ഇപ്രകാരമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. അവിടെ പറയുന്ന വാക്യം നമ്മൾ വായിച്ചാൽ, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിന് അവസാനമുണ്ടാവുകയില്ല. അവൻ രാവിലെ സിംഹാസനത്തിൽ ഒരു രാജ്യത്വത്തിലും ഇന്ന് മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടെ നീതിയോട് സ്ഥാപിച്ച് നിർത്തും. ഇത് നിലനിർത്തും. ഇതിൻ്റെ ശക്തിയാണ്. അത് 25:6, 37:32, 54:5. ഇപ്പൊ സൈന്യങ്ങളുടെ യഹോവ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 9-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്, അതിശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനെതിരെ പ്രപഞ്ചത്തിലെ യാതൊന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒന്നിനും ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ, നിർണയത്തെ, ആലോചനയെ തോൽപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആലോചന സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, യഹൂദയോട് പറയുകയാണ് പ്രവാചകൻ, നമ്മൾ കാണില്ലായിരുന്നു. എത്ര വലിയ സത്യമാണ്! ഇന്നും നമ്മൾ കേൾക്കേണ്ട ഒരു സത്യമാണ്. നമ്മൾ പലപ്പോഴും അറിയില്ല. നമ്മുടെ കഴിവ്, മരുന്നിൻ്റെ ഗുണം, ഡോക്ടറുടെ വിദ്യാഭ്യാസം, പഠിച്ചതിൻ്റെ ഗുണം എന്നൊക്കെ നമ്മൾ പറയാറ്. ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല, ഒന്നും അവശേഷിക്കുമായിരുന്നില്ല. ഇപ്പൊ ദൈവത്തിലാണ് നിലനിൽപ്പ്, ദൈവത്തിലാണ് നമുക്ക് നിൽക്കാൻ കഴിയുന്നത് വ്യക്തമായി കാണിക്കും. ഇവിടെ ഈ പശ്ചാത്തലത്തിൽ, എല്ലാ ശൂന്യമായി തകർന്നടിയുന്നതായ യഹൂദയുടെ പശ്ചാത്തലത്തിൽ പ്രവാദികളുടെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, നിങ്ങൾ തകർന്നടിഞ്ഞ് ഇല്ലാതെ പോകുമായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെ, വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെ, നിരോധിച്ച കിടങ്ങൾ കൊണ്ട് നിരോധിച്ചൊരു പട്ടണം പോലെ, അല്ലെങ്കിൽ സൊദോം ഗൊമോറ പോലെ അവിടെ ഇന്ന് പുക മാത്രമേ ഉള്ളൂ, ചാരം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് അവരെക്കുറിച്ച് കാണാം. അങ്ങനെ നിങ്ങളാകുമായിരുന്നു. ദൈവമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ആകുന്ന ദൈവകൃപയിൽ എന്ന് പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി 10 മുതൽ 15 വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം. 10 മുതൽ 15 വരെ നീ പറഞ്ഞു, നിങ്ങളുടെ ആരാധന രോഗം ബാധിച്ചതാണ്. നിങ്ങളുടെ ആരാധന രോഗം ബാധിച്ചതാണ്. ആരാധനയാണ്. ശ്രദ്ധിക്കേണ്ട വേദഭാഗമാണ്. സോദോം അധിപതി, സോദോം തന്നെയാണ് അവർ തുടർന്ന് വിളിക്കുന്നത്. അവരെ ഉപമിച്ചത് സൊദോം ഗൊമോറയ്ക്ക് തുല്യമായിട്ടാണ്. സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പി. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവി. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലോട്ടുകൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാണ്. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും സബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസ്യകളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന, വിറകൊള്ളിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുറ്റാരോപണമാണ്. ഇപ്പൊ ജനത്തെക്കുറിച്ച് ദൈവം പറയുന്നതുപോലെ ജനത്തിനെതിരെ കുറ്റാരോപണം നടത്തി ഇതുവരെ 9 വാക്യങ്ങൾ നമ്മളതാണ് കേട്ടത്. അതോടൊപ്പം ദൈവം പറയുന്നു, നിങ്ങളുടെ ആരാധനയും ദൈവത്തിന് മുമ്പിൽ കുറ്റം നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് മാത്രം യോഗ്യമാണ് നിങ്ങളുടെ ആരാധനയും. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ആരാധനയുടെ എല്ലാ അംശങ്ങളും ഇവിടെ പരാമർശിക്കുന്നു. ആരാധനയുടെ എല്ലാ അംശങ്ങളും ദൈവത്താൽ കൽപ്പിക്കപ്പെട്ടതാണ്, യാതൊരു സംശയമില്ല. ദൈവം അതിനെതിരെ പറയുകയാണോ? ആരാധന വേണ്ടെന്ന് പറയുകയാണോ? ദൈവം പണ്ട് മോശയോട് പറഞ്ഞതുപോലെ, സീനായ് മലയിൽ വെച്ച് പറഞ്ഞ പോലെ ദൈവത്തെ ആരാധിക്കേണ്ടെന്നാണ്? ഒരിക്കലുമല്ല. ചില പണ്ഡിതന്മാരുടെ ധാരണ ദൈവം യാഗങ്ങൾ കൊണ്ടുള്ള ആരാധനയ്ക്ക് വിരോധമാണ്. ദൈവാരാധനയ്ക്ക് ദൈവം വിരോധമല്ല, മൃഗയാഗങ്ങൾക്ക് ദൈവം വിരോധമല്ല. പഴയ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ പ്രധാന വിഷയം എന്താണ്? ആരാധനയുടെ അംശങ്ങളെക്കുറിച്ചല്ല ദൈവം പരാതി പറയുന്നത്. ആരാധനയിൽ ഇങ്ങനെ ചെയ്യരുതെന്നല്ല പറയുന്നത്. ആരാധിച്ചവരുടെ മനോഭാവത്തിലെ പിഴവ്,
ദൈവം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെന്നല്ല. ഹനനയാഗങ്ങളും ഹോമയാഗവും മേധസ്സും കോലാട്ട് കുറ്റമുള്ള ഇതൊന്നും എനിക്ക് വേണ്ടെന്നല്ല. പക്ഷെ നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ ജീവിതം ശരിയല്ല, നിങ്ങൾ നൽകുന്ന മനോഭാവം ശരിയല്ല. അതാണ് ദൈവാത്മാവ് പറയുന്നത്. അല്ലാതെ ദൈവം ആരാധനയുടെ ഈ അംശങ്ങൾക്കെതിരെ സംസാരിക്കുകയല്ല. നിങ്ങളുടെ ആരാധനയുടെ മനോഭാവം ശരിയല്ല, നിങ്ങൾ ദൈവത്തിന് യാഗം കഴിക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ ജീവിതം ശരിയല്ല. താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണും അത്. 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണും. നിങ്ങളാദ്യം നിങ്ങളുടെ ജീവിതം നേരെയാക്കിയിട്ട് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നാണ് ദൈവത്തോടെ പറയുന്നത്. ഇപ്പൊ ദൈവം ഇസ്രായേൽ ജനത്തെ യാതൊരു വിധത്തിലും അഭിനന്ദനം ഇല്ലാത്ത വാക്കുകളായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. സന്തോഷം കിട്ടുന്ന വാക്കുകളല്ല. സൊദോം അധിപതികളെ എന്നാണ് വിളിച്ചത് അവരോട്. സൊദോം അധിപതികളെ, ഗൊമോറ ജനമേ എന്നാണ് അവരെ വിളിച്ചത്. ബൈബിളിൽ പലപ്പോഴും തിന്മയുടെയും ദുഷ്ടതയുടെയും പര്യായമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് സൊദോം ഗൊമോറ. ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഉദാഹരണമായി നോക്കിയാൽ ആവർത്തന പുസ്തകത്തിന്റെ 29-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. ദേശമൊക്കെ കാണുമ്പോൾ യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്ത് എന്ത്, ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്ന് സകലജാതികൾ ചോദിക്കും. ഇതിവിടെ ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് അതിൻ്റെ 22-ാം വാക്യത്തിൽ അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സൊദോം ഗൊമോറ ആത്മാ ബെത്സബായിം എന്നീ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും ഈ വാക്കുകൾ ഉപയോഗിക്കും. സൊദോം ഗൊമോറ, സൊദോം ഗൊമോറ. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം, യിരെമ്യാവ് 23:14 നമുക്കിത് വായിച്ച് കേൾക്കാം. യിരെമ്യാവ് 23:14. ഇവിടെ ദൈവം തിന്മയെ ദുഷ്ടതയെ പരാമർശിക്കാൻ ഈ 2 പട്ടണങ്ങളുടെ പേരുകൾ ഉപയോഗിക്കുന്നത് കാണാം. യെരൂശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്തു വ്യാജത്തിൽ നടക്കുന്നു. ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതുകൊണ്ട് അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സൊദോം പോലെയും അല്ലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. രാജ്യത്ത് കാണുന്ന ദേശത്ത് ദൈവം തന്റെ കൺമുമ്പിൽ കാണുന്ന ദുഷ്ടതകളെ തിന്മകളെ കാണുമ്പോൾ സൊദോം ഗൊമോറയായിട്ടാണ് അവർ ഉപമിക്കുന്നത്. അത് യിരെമ്യാവ് 40:18 കാണാം, സഫന്യാവ് 2:9 കാണാം, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ കാണാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവുന്നതാകും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇപ്പൊ ദൈവം കർത്താവിന്റെ പ്രവർത്തനം നടത്താൻ ചില ദേശങ്ങൾക്ക് മാനസാന്തരം സംഭവിക്കാത്തതുകൊണ്ട് അവരോട് പറഞ്ഞത്, ഈ ന്യായവിധി ദിവസത്തിൽ സൊദോമും ഗൊമോറയും പിന്നെയും സഹിക്കും. നിങ്ങൾക്ക് ഇത്രയും അവസരമുണ്ടായിട്ട് നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് മാറാത്തത്? ഇപ്പൊ സൊദോം ഗൊമോറ, സൊദോം അധിപതികളെ, ഗൊമോറ ജനമേ എന്നിവരെ വിളിച്ച് 11-12 വാക്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് ഇവിടെ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയും കുഞ്ഞാടുകളുടെയും കോലാട്ടുകുറ്റിയുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. ഇതൊന്നും വേണ്ടെന്നല്ല, അന്നത്തെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ വേണ്ടതാണ്. പക്ഷെ നിങ്ങളത് ദൈവത്തെ ആരാധിക്കാൻ ഈ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നേരെ ആയിട്ടില്ല. ജീവിതം നേരെ ഇല്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഹനനയാഗങ്ങൾ അർപ്പിച്ചിട്ടും അല്ലെങ്കിൽ മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗം തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് ഇതൊക്കെ നിങ്ങൾ അർപ്പിച്ചിട്ട് എന്ത് ഗുണം? കാരണം ജീവിതം നേരെയാകാതെ ആരാധിക്കുന്ന വ്യക്തി നേരെ അല്ലെങ്കിൽ ഇത് അർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. 12-ാം വാക്യം, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുവാൻ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ നിങ്ങളോട് ചോദിച്ചതാണ്. നിങ്ങൾ ഇങ്ങനെ ഇതുമായിട്ട് എൻ്റെ അടുക്കൽ നീ വരരുത്, ഇങ്ങനെ ഒരു ജീവിതമായിട്ട് എൻ്റെ അടുക്കൽ വരരുത് ശക്തമായിട്ട് ദൈവം പറയുക. കാരണം ആരാധന എങ്ങനെയായിരിക്കും തീരുമാനിക്കാനുള്ള അവകാശം ദൈവമാണ്. കാരണം ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ആരാധിക്കപ്പെടുന്ന ദൈവം പറയും എന്ത് വേണം എന്ത് വേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാനുള്ളതല്ല ആരാധന. ഇവിടെ വ്യക്തമായിട്ട് ദൈവം 11-12 വാക്യങ്ങളിൽ തൻ്റെ വെറുപ്പ്, തൻ്റെ അസഹിഷ്ണുത ഈ കപട ആരാധനയുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവം ഞാൻ മടുത്തു. ദൈവം ഉപയോഗിച്ച വാക്കുകൾ എത്ര ശക്തമാണ്. എനിക്ക് മതി വന്നിരിക്കുന്നു, എനിക്ക് മതി വന്നിരിക്കുന്നു, എനിക്ക് വെറുപ്പാണ്, ഞാൻ മടുത്തു. ദൈവം ഈ വിധത്തെ പറയാൻ എന്താ കാരണം? ഹോമയാവും ഹന്യയാവും ദൈവം തന്നെയല്ലേ കൽപ്പിച്ചത്? അതല്ല വിഷയം. വിഷയം നൽകുന്ന വ്യക്തികൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലെ അഴുക്ക്, ദുഷ്ടത, തിന്മ, സ്വാർത്ഥത, അതൊക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, യാഗം കഴിക്കുക, കർത്തൃമേശ എടുക്കുക. നമ്മുടെ പുതിയ ഭാഷയെ പറഞ്ഞു, എനിക്ക് മതി വന്നു, മതിയാക്ക് നിങ്ങളിൽ, എനിക്കൊരു സന്തോഷവും തോന്നില്ല. ഇതൊക്കെ നിങ്ങൾ ചോദിച്ചതാണ്. ഇതുകൊണ്ട് കയറി വരാൻ പറഞ്ഞത് ആരാണ്? ഇങ്ങനൊരു ജീവിതമായിട്ട് കയറി വരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. നല്ല വെള്ള ഷർട്ടും വെള്ള പാൻറ്റും വെള്ള സാരിയും ഒക്കെ എടുത്തുകൊണ്ട് എന്ത് ഗുണം? ചോദിക്കാണ് അവരോട് 12-ാം വാക്യത്തിൽ. എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ട. ഇത് നിങ്ങളോട് ചോദിച്ച പഴയ പശ്ചാത്തലമാണ്. പ്രാകാരങ്ങൾ,
എൻ്റെ സ്ഥലത്ത് വരാൻ, നിങ്ങൾ ഇതുമായിട്ട് വരാൻ നിങ്ങളുടെ ആരാ പറഞ്ഞു? അപ്പൊ ഇവിടെ പ്രാകാരങ്ങളെ ചവിട്ടുവാനെന്ന് പറയുമ്പോൾ ആ വലിയ ജനങ്ങൾ കൊണ്ടുവരുന്ന അനവധി കാളകൾ, ആടുകൾ, ആട്ടുകൊറ്റന്മാർ, മൃഗങ്ങൾ, ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് കൊണ്ടുവരാൻ നിങ്ങളുടെ ആരാ പറയുന്നത്? ജീവിതം ശരിയല്ലെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവന്നിട്ട് എന്ത് ഗുണം? അനേകരുടെ ധാരണ കണ്ണടച്ച് ഉറക്കെ മുട്ടുകുത്തിയിരുന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്നാണ്. അതൊന്നുമല്ല ദൈവം കേൾക്കുന്നത്. ദൈവം ഹൃദയത്തെയാണ് കാണുന്നത്. 13-ാം വാക്യം കേൾക്കുക. നമുക്ക് 15 വരെ പെട്ടെന്ന് ഓടിച്ചു പോകാം. 13. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. അതാണ് പ്രശ്നം. വ്യർത്ഥം, പ്രയോജനമില്ലാത്ത കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാണ്. അമാവാസിയും സബത്തും സഭായോഗവും കൂടുന്നതും നീതികേട് ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇത് ശരിക്ക് ചെയ്യാൻ പഠിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ശരിയായ പ്രാർത്ഥന ഉണ്ടാകണം. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇതൊന്നും വേണ്ടെന്നല്ല. അതായത് ദൈവം പറയുന്ന അകൃത്യവും എൻ്റെ വിശുദ്ധ സഭായോഗവും ഒരുമിച്ച് കൊണ്ടുപോകരുത്. ജീവിതത്തിൽ അശുദ്ധം നിറഞ്ഞിരിക്കുമ്പോൾ സഭായോഗത്തിൽ പങ്കെടുക്കരുത്. അത് കൈകാര്യം ചെയ്തിട്ട് വേണം സഭായോഗത്തിൽ പങ്കെടുക്കാൻ. സഭായോഗത്തിൽ പങ്കെടുത്തത് കൊണ്ട് ഞാൻ വിശുദ്ധനാകില്ല. ഞാൻ വിശുദ്ധനായിട്ട് വേണം സഭായോഗത്തിൽ പങ്കെടുക്കാൻ. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധം വന്ന് മാനസാന്തരപ്പെട്ട് നിരപ്പായിട്ട് വേണം പാട്ടുപാടാനും പ്രാർത്ഥിക്കാനും കർത്തൃമേശ എടുക്കാനും വചനം പ്രസംഗിക്കാനും. ഇതൊക്കെ വെച്ചുകൊണ്ട് സഭയോഗത്തിൽ, അതാണ് ഇവിടെ പറയുന്നത്. രണ്ടും കൂടെ ചേർന്ന് പോകില്ല, ഒരിക്കലും ചേർന്ന് പോകില്ല. അപ്പം ജനങ്ങളുടെ ഈ ഒരു ആരാധന രോഗം ബാധിച്ചതാണ്, ദൈവത്തിന് വെറുപ്പാണ്. കാരണം അവിടെ പ്രവർത്തികൾ ദുഷ്ടത നിറഞ്ഞതാണ്. ഇത് പണ്ട് ആമോസിലൂടെ ദൈവം പറഞ്ഞ ഇതാണ്. അത് 10 ഗോത്രങ്ങളോട് പറഞ്ഞു. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെ അവിടെ 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ ജനത്തെ പറഞ്ഞപ്പോഴും ദൈവം ഇതേ കാര്യം തന്നെയാണ് അവരോട് പറഞ്ഞത്. അപ്പൊ ദൈവം ആരാധനയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു. ആരാധനയിലെ തകർച്ചകൾ, ആരാധനയിലെ ഈ വീഴ്ചകൾ ദൈവം എപ്പോഴും ശക്തമായി ഇടപെടുന്ന കാര്യമാണ്. ആമോസ് 5:21 വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദൂഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗങ്ങളെ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം ഞാൻ എൻ്റെ മുമ്പിൽ നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കുകയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെ കവിഞ്ഞൊഴുകണം. നീതി ന്യായമില്ലാതെ ഈ കോലാഹലം കൊണ്ട് എന്ത് ഗുണം? ഈ വീണാനാദം കൊണ്ട് എന്ത് പ്രയോജനം? പുതിയ പശ്ചാത്തലത്തിൽ വീണാനാദം ആവശ്യമില്ല. ഇത് ഉണ്ടായിരുന്ന കാലത്ത് പറയുകയാണ്. അപ്പൊ ദൈവം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇതാ 14-ാമത്തെ വാക്ക് ദൈവം പറയുന്നത്, നിങ്ങളുടെ അമാവാസികളെ, ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു. കുറച്ചുകൂടി കഠിനമായ വാക്കാണ്. വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. അവ ഞാൻ സഹിച്ച് മുഷിഞ്ഞു. ഇതേ മതി, നിർത്ത്, ഞാൻ സഹിച്ച് മടുത്തു. എന്തൊരു പ്രശ്നമാണിത്. ഇത് പക്ഷെ ഇതാരും കേൾക്കുന്നില്ല. പലരും ഇത് കേൾക്കുന്നില്ല. ദൈവത്തിന് ഇത് ഭാരമായി മാറിയിരിക്കുകയാണ്. ദൈവം നിങ്ങൾ ഇങ്ങനെ ഈ ചെയ്തു കൂട്ടുന്നത് എന്താണ്? പലരുടെയും ധാരണ ഈ യാഗങ്ങൾ പങ്കെടുക്കും, മൃഗയാഗങ്ങളെ അർപ്പിച്ചു, അമാവാസികളും ഉത്സവങ്ങളും പെരുന്നാളുകൾ ദൈവം ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാണ്. കർത്തൃമേശ എടുത്തു, പാട്ടൊക്കെ പാടി, പാട്ട് നയിച്ചു, പ്രസംഗിച്ചു. ദൈവം ഇപ്പൊ വളരെ ഹാപ്പിയാണ്. ആര് പറഞ്ഞു? ഈ വാക്കുകൾ കേൾക്കണം. ദൈവം മടുത്തു, സഹിച്ചു മടുത്തു. ദൈവം അവരുടെ മതപരമായുള്ള സമ്മേളനങ്ങൾ, കൂട്ടായ്മകൾ ദൈവം വെറുക്കുകയാണ്. ഇതൊക്കെ എന്താ ദൈവം പറയുന്നത്? ദൈവം ഇവരോട് പറയുന്നത്, ഈ വാക്കിലൂടെ പറയുന്നത്, നിങ്ങളൊന്ന് ഉള്ളിലേക്ക് നോക്ക്. കെട്ടിടത്തിലെ കട്ടം നേരെയാണെന്നോ മൈക്ക് നേരെയാണെന്നോ അതൊക്കെ വേണം, നല്ല കാര്യം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്ക്, നിങ്ങളുടെ ദുഷ്ടതയിലേക്ക് നോക്ക്, എന്നിട്ട് യാഗമർപ്പിക്കും. പക്ഷെ അവർ നോക്കാൻ തയ്യാറല്ല. അതിനു പകരം ഇത് അവർക്കിഷ്ടമാണോ, ഇത് യോഗ്യമാണോ, ഇത് നമുക്ക് സന്തോഷം കിട്ടുന്നതാണോ, ഇത് പ്രയോജനമുള്ളതാണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇത് ദൈവഹിതമാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവഹിതപ്രകാരമാണോ നീ ഓർഗനും വയലിലും പിയാനയും കൊണ്ട് കിടന്ന് തുള്ളിച്ചാടുന്നത്? ദൈവഹിതമാണോ എന്ന് ചിന്തിക്കുന്നില്ല. അതിനെ ന്യായീകരിക്കാൻ കുറെ കള്ളത്തരങ്ങൾ പറയുമെന്നല്ലാതെ അത് ദൈവഹിതമാണോ, വചനം അനുവദിക്കുന്നതാണോ ചിന്തിക്കില്ല. അതാണ് ചിന്തിക്കേണ്ടത്. എനിക്കിഷ്ടമാണോ, ഇത് കൊള്ളാം, നല്ല രസമുണ്ട് എന്നല്ല പറയേണ്ടത്. ഇത് ദൈവഹിതമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതമായിരിക്കണം ദൈവാരാധന. ഇത് നമ്മൾ സഭയോട് ദൈവം പറയുന്നത് എന്താണ്? നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പുതിയ മത്തിൽ യോഹന്നാൻ 4:24.
ശരിക്കുള്ള മനോഭാവം, അതാണ് ആത്മാവ്. ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ശരിയായ മനോഭാവം, ആത്മാവ്, സത്യം, ദൈവവചനം, ആത്മാവിൻ്റെ സത്യത്തിൽ ദൈവവചനം അനുവദിക്കുന്ന, ദൈവഹിതം അനുവദിക്കുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഇഷ്ടമാണ്, രസമാണ്, എല്ലാവർക്കും ഇത് രസം കൊടുക്കുന്നു എന്നൊന്നും ന്യായീകരിക്കരുത്. ഇത് ദൈവഹിതമാണോ, ശരിയായ മനോഭാവത്തിലാണോ? ഇത് രണ്ടും പരിഹരിച്ചാൽ എല്ലാ ദൈവമക്കളുടെ ആരാധനയും ദൈവം അംഗീകരിക്കും. വചനപ്രകാരമുള്ള ദൈവമക്കളുടെ ആരാധന. അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ദൈവഹിതം അനുസരിക്കുന്നവരാണ് ദൈവമക്കൾ. ദൈവഹിതം അനുസരിക്കും ദൈവമക്കൾ, ഒരു വിട്ടുവീഴ്ചയില്ല. ഇടത്തോട് വലത്തോട് തിരിയില്ല. ദൈവമക്കൾ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യും. ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പത്രോസ് ഉപയോഗിച്ചൊരു വാക്യം, ഇവിടെ 15 വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. കൈ മലർത്തി, പണ്ട് അവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ദേ കണ്ണടച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ണടച്ച് ചെവിയെ പൊത്തി പിടിച്ച് എന്ന അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കും. കാരണം നിങ്ങളാണ് പ്രശ്നം, ഞാനാണ് പ്രശ്നം, എൻ്റെ ഹൃദയമാണ് പ്രശ്നം. അത് കഴുകി വെടുപ്പാക്കാതെ ഈ കൈ ഉയർത്തികൾ നിലവിളിച്ചിട്ട് എന്താ കാര്യം? അതിൻ്റെ ആവശ്യമില്ല. ഹൃദയം വെടിപ്പാക്കുക. 16 മുതൽ 31 വരെ പഠിക്കും പിന്നീട്. ഹൃദയം വെടിപ്പാക്കുക. അത് വളരെ പ്രധാനമായിട്ട് വേഗം പറയുക. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, രാവിലെ വൈകുന്നവരെ പ്രാർത്ഥിച്ചാലും, പണ്ട് ബാലിനോട് പ്രാർത്ഥിച്ച എലീശയുടെ കാലം, രാവിലെ മുതൽ നിലവിളിക്കാൻ, ദേഹം കുത്തി മുറിവേൽപ്പിച്ച് നിലവിളിക്കാലോ, അവിടെ ആരുമില്ല കേൾക്കാൻ. എലീശ കളിയാക്കിക്കൊണ്ട് പറയും. 34 സങ്കീർത്തനത്തിന്റെ 15-16 വാക്യം, 2 വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 34 അധ്യായം സങ്കീർത്തനം, അതിന്റെ 15-16 വാക്യങ്ങളിൽ ദൈവാത്മാവ് ഇപ്രകാരമാണ് എഴുതിയത്. പത്രോസ് ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ തൽക്കാലം സങ്കീർത്തനത്തിൽ നിന്നാണ് വായിക്കുന്നത്. 34 15-16. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവിടെ നിലവിളിക്കും തുറന്നിരിക്കും. ദൈവത്തിന് കണ്ണും ചെവിയും തുറന്നിരിപ്പുണ്ട്. എല്ലാവരുടെയും വെടി കേൾക്കാനല്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുന്ന നീതിമാൻ, അതാണ് നീതിമാന്മാർ. ഇതിന്റെ വചനമെന്ന നീതിക്ക് വിധേയപ്പെടുന്ന നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക്, നിലവിളിക്ക് കണ്ണു തുറന്നിരിക്കുക. അതേസമയത്ത് 16 വാക്യം, ദുഷ്പ്രവർത്തിക്കാർ, ദൈവനെ തള്ളിക്കളയുന്നവർ ദുഷ്പ്രവർത്തിക്കാർ. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കും. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരു വാക്യം കൂടെ, സദൃശ്യവാക്യം 28:9. സദൃശ്യവാക്യം 28:9 അവിടെ വ്യക്തമായിട്ട് തന്നെ ആ നിയമം നമുക്ക് കാണാൻ സാധിക്കും. സദൃശ്യവാക്യത്തിന്റെ പുസ്തകം 28-ാം അധ്യായം, അതിന്റെ 9-ാം വാക്യം. ഇവിടെ സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം വ്യക്തമായിട്ട് തന്നെ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയും, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാണ്. ദൈവവചനം കേൾക്കാനോ പഠിക്കാനോ വായിക്കാനോ യാതൊരു താല്പര്യമില്ല. നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ദൈവവചനത്തോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയും ദൈവം, നിങ്ങൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വെറുപ്പാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ നമ്മൾ പലപ്പോഴും സംസാരിക്കാൻ പറയുന്നു, ഒന്ന് നിർത്ത്, ഞാൻ പറയുന്നത് കേൾക്ക്, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇതല്ലേ ദൈവം പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ല. എൻ്റെ ഹിതം എൻ്റെ മനസ്സ് പൊഴിച്ചു തന്നു, എൻ്റെ വചനം നിങ്ങളെ അറിയിച്ചു, പക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കണ്ട. നിങ്ങൾ കിടന്ന പ്രാർത്ഥനയാണ്, പറഞ്ഞ് പറ്റില്ല, അത് ഞാൻ കേൾക്കില്ല. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളയും. പ്രസംഗം, വചനം കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് വേറെ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വിഷയം പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനം വായിക്കാനും പഠിക്കാനും താല്പര്യമില്ലാത്ത ഒരാൾ എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്ത് പ്രാർത്ഥിക്കും? ആരോടായി പ്രാർത്ഥിക്കുന്നത്? ആ വ്യക്തിയുടെ ഹിതവും ഇഷ്ടവും എങ്ങനെ അറിയാൻ പറ്റും വചന പരിജ്ഞാനമില്ലെങ്കിൽ? ഇപ്പൊ ദൈവം പറഞ്ഞത് ന്യായമില്ലേ? ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന നീതി ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് വെറുപ്പാണെന്നാണ്. ഇപ്പൊ ദൈവത്തിന്റെ ഫീലിങ്സ്, ദൈവത്തിന്റെ വികാരങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ബഹളം, ഉമാവാസി ഉത്സവങ്ങൾ, ഹോമയാഗങ്ങൾ, മൃഗയാഗങ്ങൾ, കോലാട്ടുകൊറ്റനും അതറിയിപ്പ്, സുഗന്ധം, ഇതെല്ലാം ഉയർത്തുകയാണ്. പറഞ്ഞ് മടുത്തു. ഞാൻ യഹൂദയോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ആരാധന രോഗം ബാധിച്ചാൽ, നിങ്ങൾ രോഗം ബാധിച്ചവരെന്ന് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങളുടെ ആരാധനയും രോഗം ബാധിച്ചു. ആദ്യം ഒന്ന് വെടിപ്പാകും. ഇത് നമുക്ക് പിന്നീട് കേൾക്കാം. 16 മുതൽ
ഇന്നത്തെ കാലഘട്ടം എത്രത്തോളം ആവശ്യമാണ്, എത്രത്തോളം സത്യമാണിത്, ഈ ദൈവത്തിൻ്റെ കുറ്റാരോപണം എത്രത്തോളം വാസ്തവമാണ്. ഇതൊക്കെ കേൾക്കുന്ന ജനം ഒന്ന് അവരിലേക്കൊന്ന് നോക്കി, അയ്യോ ശരിയാണല്ലോ, ഞാൻ പലപ്പോഴും ശ്രദ്ധയില്ലാതെയാണല്ലോ പ്രാർത്ഥിച്ചത്, ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒന്നും താല്പര്യമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ പറ്റുന്നത്? ദൈവത്തെ അറിയണമെങ്കിൽ വചനം പഠിക്കണ്ടേ, വചനം അറിയണ്ടേ, എനിക്കതിന് സമയമില്ല, പിന്നെ ആരെയാണ് നീ ആരാധിക്കുന്നത്? ഇത് തുടരാം. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വെളിച്ചം കൊണ്ടുവരുന്നൊരു പുസ്തകമായി മാറും. പുതിയ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആശയങ്ങൾ നമ്മൾ കണ്ടാൽ ദൈവങ്ങളെ സഹായിക്കട്ടെ. തുടരാം. താങ്ക് യു.